ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താൽ മറിക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയം ദൈവമക്കളെ, റോസ് ഫാമിലി FP പേജിൽ വീണ്ടും കർത്താവിൻ്റെ തിരുവചനമായി നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം തിരുവചനമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചുവല്ലോ. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ഒരു സുദിനം കൂടെ ആകുന്നുവല്ലോ ദൈവമക്കളെ. ദൈവജനത്തിന് അനുകൂലമായ നല്ല ഒരു സാഹചര്യം, നല്ല ഒരു റിസൾട്ട് ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. അതിനു വേണ്ടുന്ന നല്ല ഒരു ഭരണകൂടം, കർത്താവ് നല്ല ഭരണാധിപരെ ദൈവം നമ്മുടെ ഇന്ത്യാദേശത്ത് തരേണ്ടതിനായി നമ്മെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു അല്പനിമിഷം മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയുള്ളൂ. അധിക സമയം ഉണ്ടാവുകയില്ല എന്നത് ഞാൻ അറിയിക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിൽ വന്ന് വിശ്രമിച്ചിട്ട് പോലും ഇല്ല ദൈവമക്കളെ. എന്നാൽ ദൈവവചനമായി നിൽക്കുന്ന കാര്യത്തിൽ നഷ്ടപ്പെടരുത്. ഏതെങ്കിലും ഒരു സമയം അതിനുവേണ്ടി വേർതിരിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് തന്നെ. പ്രാർത്ഥനയോടുകൂടി ദൈവമക്കൾ കടന്നു വരണമേ, ആയിരിക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പനിമിഷം ഞാൻ തിരുവചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് யாவருக்கும் தெரிந்த ஒரு மலையாள பாடல் ஒன்று நான் பாட இருக்கிறேன். பிரியமானவர்களே, நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். ஆம், கர்த்தருடைய பிள்ளையே, அவருடைய காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு பிரியமானவர்களே. ஆனப்படினால் ஒவ்வொருவரும் ஹல்லேலூயா சந்தோஷத்தோடு மகிழ்ச்சியோடு கூட தேவனை தொழுது கொள்ளும்படியாக அவருடைய சமூகத்தில் வாருங்கள், ஒன்று சேர்ந்து தேவனை മഹിമപ്പെടുത്തുவோം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിൻ്റെ ചില അടികളാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ചില അടികളുണ്ട്. അതിൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഷ്ടതയിലും വാഴുവാൻ നഷ്ടമാത് കൊണ്ടാടുവാൻ, കഷ്ടതയിലും വാഴുവാൻ നഷ്ടമാത് കൊണ്ടാടുവാൻ, ശക്തിയാരുൾക നാഥനെ അഗ്നിയിൽ പൂർണ്ണനാക്കുവാൻ, ശക്തി അരുൾക നാഥനെ അഗ്നിയിൽ പൂർണ്ണനാക്കുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൻ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. തേടുവാൻ നഷ്ടമായതും നേടുവാൻ ഭ്രഷ്ടമായതും, കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിൻ കാത്തു കാത്തു ഞാൻ. കണ്ണുനീർ വാർക്കും സ്നേഹം താൻ വന്നു നിൻ കാത്തു കാത്തു ഞാൻ. യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ,
യേശുവിൻ നിത്യം ചേരുവാൻ ഈ വായെ കാക്ഷിക്കുന്നു ഞാൻ. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഇടത്താണ് കണ്ണുകളെ അടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പൊ ഈ മധ്യാഹ്നവേള കഴിഞ്ഞ സമയത്ത് തിരുവചനവുമായി അടിയനടുത്ത് വരുന്ന കർത്താവെ, പ്രത്യേക ഓൺലൈനിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പാ ഹല്ലേലൂയ, മാറത്ത പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കട് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഹല്ലേലൂയ, ഒന്നാമത്തവൻ ഒടുക്കത്തവനുമായവനായ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിഞ്ഞാട്ടെന്നാഥ എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പം നിമിഷം തിരുവചനമായി നിൽക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയാൽ കർത്താവ് എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ, രക്തത്താൽ അപ്പച്ചൻ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു അല്പം നിമിഷം ഒരു തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തിരുവചനം പരിശോധിക്കുമ്പോൾ അനേക സ്ത്രീ രത്നങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നേറിയ സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ച് മുന്നേറുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിച്ചവരെ കുറിച്ച് നാം ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ, അനുദിനം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചവരായി മാറണം. നാമും ഇവരെ പോലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം എന്നത് തന്നെയാണ്. ആകയാൽ ദൈവമക്കളെ, നമുക്ക് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് എസ്തേറിനെ കുറിച്ച് നമുക്കറിയാം. പേർഷ്യൻ രാജാവായ അഹസ്വേരോസിന്റെ അതായത് അഹസ്വേരോസ് രാജാവിന്റെ റാണിയായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എസ്തേർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറിച്ച് മറ്റൊന്ന് യഹൂദ സ്ത്രീ, അവൾ താഴ്മ ധരിച്ചവളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ധൈര്യവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് എസ്തേർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചവളാണ്. അവളുടെ സ്വന്തം ജനത്തെയും കൂടെ ഉത്സാഹിപ്പിക്കുവാൻ, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രാർത്ഥനയിൽ ഉത്സാഹിപ്പിക്കുവാൻ എസ്തേറിന് കഴിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുന്നവരാണ്, എത്ര പേരെ കൂടെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ പ്രത്യാശ കണ്ടുകൊണ്ട് വേണം മറ്റൊരു വ്യക്തിയും കൂടെ കർത്താവിനെ അറിയുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ. ആകയാൽ ദൈവമക്കളെ, നമുക്ക് ഹവ്വയെ കുറിച്ച് നമുക്കറിയാം. ഹവ്വയെ കുറിച്ച് പറയുന്നത് she was in first woman in Bible. Hallelujah. ദൈവമക്കളെ, ദൈവത്തിന്റെ ആലോചന അനുസരിക്കാത്തവൾ എന്നാണ് ഹവ്വയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ തെറ്റായ തീരുമാനങ്ങളുടെ പ്രതീകമാണ് ഈ ഹവ്വ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന. ഓടിച്ചാടിയുള്ള തീരുമാനം എടുക്കുക, പെട്ടെന്ന് തീരുമാനം. ചിലരോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടിപ്പോയി കളയും, അല്ലെങ്കിൽ പെട്ടെന്ന് മറുപടി പറയും, കോപപ്പെട്ട് മറുപടി പറയും. അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കത്തില്ല. അവർ ഒരിക്കലും താണിരിക്കത്തില്ല. അവർക്കൊരു താഴ്മ മനോഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണോ, അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ വേണ്ടി നിൽക്കുകയില്ല, മറുപടി പറയും. എന്നാൽ അത് ആ മറുപടിയോ ദൈവഹിതമല്ലായിരിക്കും. അങ്ങനെയാണ് പലരും ഇന്നേക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, നമുക്ക് ഇസബേലിനെ കുറിച്ച് അറിയാം. ദൈവമക്കളെ, ആ ഇസബേലിനെ കുറിച്ച് പറയുമ്പോൾ ആഹാബിന്റെ ആരാധിക കൂടെ, അതായത് ദൈവമക്കളെ, ഇവൾ യഹൂദ സ്ത്രീ അല്ല, എന്നാൽ ഇവളെ കുറിച്ച് പറയുന്നത് ലജ്ജയില്ലായ്മയുടെ പ്രതീകം എന്നാണ് ഇസബേലിനെ കുറിച്ച് പറയുന്നത്.
ഹല്ലേലൂയ. അതുപോലെ തന്നെ മാർത്ത മറിയെ കുറിച്ച് പറയുന്ന ദൈവീക സ്നേഹം നിറഞ്ഞവരാ, യേശുവിന് വേണ്ടി കാത്തിരുന്നവർ അല്ലെ ദൈവങ്ങളെ. ഹല്ലേലൂയ. ഇന്ന് ഈ ഓൺലൈനിലുള്ള സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ തൊട്ട് മനസാക്ഷിയെ തൊട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണോ? യഥാർത്ഥമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണോ? അതോ എന്തെങ്കിലും അതിൽ വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ? ഇന്ന് ഈ പകൽക്കാലം ദൈവം പൈതലെ നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. മാർത്ത മറിയെ കുറിച്ചൊക്കെ മറിയ നല്ല അംശമായി ഇത് തിരഞ്ഞെടുത്തു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. അതുപോലെ മറിയെ പോലെയൊക്കെയാണോ നാം ആയിരിക്കുന്നത്? യേശു വരുമോ? എപ്പോൾ വരും? കർത്താവിന്റെ വരവ് എപ്പോഴാണുള്ളത്? കാഹളത്തിന്റെ ശബ്ദം എപ്പോഴാണ് കേൾക്കുന്നത്? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പ ഇനി ഒരുങ്ങാൻ വല്ലതുമുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടാണോ സഹോദരി നാം കടന്നു പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ കുറ്റപ്പെടുത്തുവാനായിട്ടല്ല, മറിച്ച് നമ്മെ തന്നെ ശോധന കഴിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ നിലകൊള്ളുന്നവരായി മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറണം. സഹോദരിമാരൊക്കെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അല്ല മറിച്ച് എനിക്ക് വലിയ ഭാരം, എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമാണുള്ളത്, മലപോലെ പ്രശ്നം എന്റെ ജീവിതത്തിലുണ്ട്, എങ്ങനെ ഞാൻ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകും? ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ സഹോദരിയെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയില്ല, നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ഇന്നും കൂടെ കഴിഞ്ഞ പകൽക്കാലം ഞാൻ എന്റെ ഒരു സഹോദരിയോട് പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ ഒരുപാട് പ്രാർത്ഥനാ വിഷയമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? പ്രാർത്ഥിച്ച് നീ ദൈവസന്നിധിയെ മുന്നേറുമ്പോൾ ഹല്ലേലൂയ കുഞ്ഞേ, നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇയ്യോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തനിക്ക് നഷ്ടമായതിനെ ദൈവം തിരികെ തരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും നിസ്സാര വിഷയമാണോ സഹോദരങ്ങളെ? സമ്പത്തും ധനസമ്പത്തും പുത്രസമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട, ഹല്ലേലൂയ സകലതും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി ജീവിക്കുമ്പോൾ സ്വന്തം ഭാര്യ വിളിച്ചു പറയുക, എന്റെ മനുഷ്യ, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ അങ്ങ് ചത്തുകളക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഹല്ലേലൂയ ഇയ്യോബ് എന്താ ചെയ്തത്? തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയെ, പ്രാർത്ഥനയിൽ നീ മുന്നേറിയാൽ ഹല്ലേലൂയ നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും. നീ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവം ഇന്ന് പകൽക്കാലം ആ വിഷയത്തിന് മറുപടി അയക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവം ദൂതന്മാരെ അയച്ച നിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ ആ വിഷയത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് കൽപ്പിക്കുമെന്ന് വിശ്വസിച്ചുറച്ച് ഹല്ലേലൂയ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവങ്ങളെ, നമുക്ക് രൂത്തിനെ കുറിച്ച് അറിയാം. പ്രൈസ് ദി ലോർഡ്. രൂത്തിനെ കുറിച്ച് പറയുന്നത് വിശ്വസ്തതയുള്ളവൾ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസ്തതയുള്ള ഒരു ക്യാരക്ടറാണ് രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഓർഫ അമ്മാവിയമ്മയെ ചുംബിച്ച് കടന്നുപോയി. ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ അമ്മാവിയമ്മയോട് പറ്റിച്ചേരുന്ന ഒരു വിശ്വസ്തതയുള്ള ഒരു മകളെ കാണുവാനായിട്ട് കഴിയുന്നു. അവൾ മരുമകൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാ. എന്താ, മകളായിട്ടാണ് നിൽക്കുന്നത്. ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം വിശ്വസ്തതയുള്ളവരായിട്ടാണോ നാം ആയിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം അല്പ നിമിഷം ചിന്തിക്കാൻ പോകുന്നത്, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ദീർഘനാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ വളരെ നാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഹന്നയെ കുറിച്ചാണ് നാം അല്പ നിമിഷം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹന്നയുടെ ജീവിതത്തിൽ നീണ്ട നാൾ പ്രാർത്ഥിച്ചു ദൈവമക്കളെ. ഇന്ന് നമ്മളാണെങ്കിൽ ഹല്ലേലൂയ ഒരല്പ നിമിഷം പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് വിട്ടേച്ചു പോകും. എന്നാൽ ദൈവ പൈതലെ, ഹന്ന ദീർഘനാൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, സൈന്യങ്ങളുടെ യഹോവ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാത്ത ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ, ഹല്ലേലൂയ, അവർ നീണ്ട നാൾ പ്രാർത്ഥിച്ച അവസാനം ഈ ഹന്ന ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരുകയാണ്. എന്താണ് പറയുന്നത്? ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്നയ്ക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹന്നയ്ക്ക് അതായത്
തലമുറയില്ലാതെ അവൾ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി പെനീനയ്ക്കോ അവൾക്ക് പുത്രഭാഗ്യം അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവമക്കളെ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്നയെ ഏത് നേരത്തിലും ഈ പെനീന അവളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലതരത്തിലും നിനക്ക് മക്കളില്ല, നീ തലമുറയില്ലാതിരിക്കുന്നു, നിനക്ക് ജനറേഷൻ ഇല്ല എന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു സന്ദർഭം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അല്ലെങ്കിൽ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഹന്ന ആരോട് ഈ വിഷമങ്ങളൊന്നും പറഞ്ഞില്ല. ദൈവമക്കളെ, ഹന്ന എന്താ ചെയ്ത്? ഹന്ന തന്റെ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്നു. ഹന്ന ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. കർത്താവേ, അവൾ പറയുന്നത്, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാനത് അങ്ങയ്ക്ക് തന്നെ, അങ്ങയുടെ ആലയത്തിന് ഞാൻ ആ കുഞ്ഞിനെ തന്നുകൊള്ളാം എന്നാ പറഞ്ഞത്. ദൈവമക്കളെ, ഇതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ദൈവത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. ദൈവം തന്നാൽ അത് ദൈവത്തിന് തന്നെ തിരികെ കൊടുക്കുന്ന ഒരു സ്വഭാവം. പ്രിയ ദൈവ പൈതലെ, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ എനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിട്ട് കേൾക്കുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ ഇവിടെ എൽക്കാനയോട് അവൾ പറഞ്ഞ് കരയുമ്പോൾ എൽക്കാന ആ ഭർത്താവ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എൽക്കാന പറയുന്നത്, ഹന്നേ, നിന്റെ 10 പുത്രന്മാരെക്കാൾ നിനക്ക് ഞാൻ വലുതല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നല്ല സ്നേഹിക്കുന്ന ഭർത്താവിനെയാണ് അവിടെ കാണുന്നത്. നീ സ്നേഹനദിയായ ഒരു ഭർത്താവ്. എൻ്റെ പ്രിയരെ, അങ്ങനെ നമുക്ക് ഒരു നല്ല ഭർത്താവിനെ ലഭിക്കുന്നെങ്കിൽ സഹോദരിമാരെ, ലോകത്തിൽ ഇതിനേക്കാൾ വലിയതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനേക്കാൾ വലുതൊന്നുമില്ല. ആ ഒരു ചിന്തയിൽ ദൈവമക്കളെ, ഞാൻ വളരെയേറെ അനുഗ്രഹം പ്രാപിച്ചൊരു മകളാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവം തന്ന നിധിയാണ് എനിക്കത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നേക്ക് 28 വർഷമായി ഞങ്ങൾ കല്യാണമായിട്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്നോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് ഇന്ന് വരെ എടിപ്പൊടി പോലും എന്നെ വിളിച്ചിട്ടില്ല. അതിന് ഞങ്ങൾ വഴി ഒരുക്കിയിട്ടുമില്ല. കാരണം സ്നേഹത്തോടെ തന്നെയാണ് ഞങ്ങളായിരിക്കുന്നത് ഏത് നിമിഷവും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴല്ലാതെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ട് പോലും ഇല്ല എന്നതാണ് സത്യം. എന്നാൽ അതുപോലെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടി ആയിരിക്കുന്നു എന്നതും ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇവിടെ അങ്ങനെ തന്നെയാണ് എൽക്കാനയുടെ ജീവിതത്തിലും എന്ന് എനിക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൽക്കാന ഈ ഹന്നയെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്ന. എൽക്കാന പറയുന്നു, ഹന്നേ, നീ ഭാരപ്പെടേണ്ട ഹന്ന, നീ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. 10 പുത്രന്മാരെക്കാൾ നിനക്ക് ഞാൻ വലുതല്ലയോ എന്നാണ് ചോദിച്ചത്. പ്രിയ ദൈവ പൈതലെ, എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ആണ്ടുതോറും ഈ ഹന്ന ശീലോവിലേക്ക് പോകുമായിരുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ, ആഴമായ ദൈവ സ്നേഹത്തിൽ നിന്നും ആഴമായ ഒരു വിശ്വാസം ഉടലെടുക്കുകയാണ്. ഹല്ലേലൂയ. ആണ്ടുതോറും അവൾ ആ ശീലോവിലേക്ക് കടന്നു പോകും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി. എന്നാൽ അവിടെ അവൾ പോയിട്ട് തിരികെ വരുമ്പോഴും അവളുടെ ജീവിതത്തിൽ നിരാശയില്ല. അവളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. അത് അവന് നീതിയായി കണക്കിട്ടു. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. ചില നേരത്തിൽ ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു വരാം. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിട്ടു എന്നർത്ഥമില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. തക്ക സമയത്ത് അവൻ നമ്മെ ഹല്ലേലൂയ അനുഗ്രഹിച്ച് മാനിക്കുന്ന ദൈവം, ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. കഷ്ട നേരങ്ങളിൽ നമ്മളോട് കൂടെയുള്ള ഒരു കർത്താവല്ലേ ദൈവമക്കളെ. ആകയാൽ ആ ദൈവത്തിൽ നമ്മൾ വിശ്വാസം, നമ്മുടെ വിശ്വാസം അതെ ഹല്ലേലൂയ ഉറച്ച വിശ്വാസമായിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയരെ, സംശയിക്കാത്ത ഉറച്ച് വിശ്വസിച്ചാൽ ഹല്ലേലൂയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ നാം ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ കർത്താവ് ഒരു നാളും
നമ്മുടെ തലയിൽ കുനിക്കുവാനായിട്ട് ഇടയാക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയ ദൈവമക്കളെ, ഹന്നയുടെ ചില പ്രാർത്ഥനകൾ നമുക്ക് ഒരല്പ നിമിഷങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഹന്നയെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ, ഹന്നയുടെ ദൈവത്തിലുള്ള വിശ്വാസം അത് ശക്തമായ വിശ്വാസമായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നു. അവളുടെ ഭവനത്തിൽ തന്നെ അവൾക്ക് പ്രശ്നങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, പ്രതികൂലമുണ്ട്, അല്ലെങ്കിൽ നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. പക്ഷേ അതിനെയൊന്നും അവൾ വലുതാക്കാതെ ദൈവമക്കളെ അവൾ എന്താ ചെയ്തത്? അവളുടെ വിശ്വാസത്തെ അവൾ ശക്തമായി ദൈവസന്നിധിയിൽ അവളുടെ വിശ്വാസത്തെ കാണുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച്. ഹല്ലേലൂയ. ദൈവ പൈതലെ, അബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നത്. എന്നാൽ ഒരു സന്തതിക്ക് വേണ്ടി അബ്രഹാം കാത്തിരുന്നത് വീണ്ടും 25 വർഷം കൂടെ. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം, നീ ആകാശത്തേക്ക് നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാമോ എന്നാണ് ചോദിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അത്രയും സന്താനങ്ങളെ നിനക്ക് ഞാൻ തരും. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി വീണ്ടും 25 വർഷം കൂടെ അബ്രഹാമിന് കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാം, സാറ അവരുടെ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവർക്ക് മടുത്തു പോകാതെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയും അനുഗ്രഹവുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, യോഹന്നാന്റെ സുവിശേഷം 11:40 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം അവിടെ നാം വായിക്കുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവ പൈതലെ, ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, വിശ്വസിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവേ, എന്നിലുള്ള വിശ്വാസം കുറഞ്ഞു പോയോ അപ്പ? എന്നെ തന്നെ അപ്പനൊന്ന് ശോധന കഴിപ്പിച്ച് കർത്താവ് എന്നിലുള്ള കുറവുകൾ എന്താണെന്ന് അപ്പച്ചൻ എന്നെ ഒന്ന് ഓർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ സഹോദരങ്ങളെ, മരിച്ച് അഴുകിപ്പോയ ശരീരത്തിന് ജീവനെ കൊടുക്കുന്നവനാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം, ലാസർ മരിച്ചു. 4-ാമത്തെ ദിവസം ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ, സഹോദരിമാരിൽ ഒരുവൾ പറയുക, ഗുരു നാറ്റം വെച്ച് തുടങ്ങി. കാരണം 4-ാമത്തെ ദിവസമായി, ലാസറിനെ അടക്കം ചെയ്ത് 4-ാമത്തെ ദിവസമാ. അപ്പോൾ പറയുക, ഗുരു അഴുകിപ്പോയി, ശരീരം അഴുകിപ്പോയി, നാറ്റം വെച്ച് തുടങ്ങി. പ്രിയ ദൈവജനമേ, ജീവിതത്തിലെ ചില ശൂന്യമായ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ അരുമനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മരിച്ചുപോയ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ ഹല്ലേലൂയ മന്ദിഭവിച്ച അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. സഹോദരനെ, സഹോദരിയെ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ യേശു കർത്താവ് നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. സങ്കീർത്തനം 34:5 വാക്യം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ച് പോയിട്ടില്ല. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയിട്ടില്ല. ഹന്നയുടെ ജീവിതത്തിൽ ഹന്ന ശക്തമായ തീരുമാനമെടുത്തു. ശക്തമായ വിശ്വാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഹല്ലേലൂയ. താൻ ആഗ്രഹിച്ചതുപോലെ, താൻ നേർച്ച കഴിച്ചതുപോലെ ദൈവം അവൾക്ക് ഒരു വലിയ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, രണ്ടാമതായിട്ട് ഹന്നയുടെ ജീവിതത്തിൽ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയരെ, കരയുവാനുള്ളൊരു ഹൃദയം നമുക്ക് വേണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരും? പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുന്നില്ല എങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ആ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരണം. തമിഴില് ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കൺകൾ കുളമാക വേണ്ടും എന്ന്. കുളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ താൻ അറിയാതെ
നിൽക്കാതെ കണ്ണുനീർ വരണം പ്രിയരെ. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കരയുവാനുള്ള ഒരു ഹൃദയം വേണം. ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ച് ഒരു കടമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓടിപ്പോകുവാനല്ല. അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇരുന്ന് ദൈവസാന്നിധിയിൽ ആ വിഷയത്തെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആമേൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ നിറയണം. ദൈവങ്ങളെ, കണ്ണുകൾ നിറയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സങ്കീർത്തനം 126 വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, അല്ലെങ്കിൽ നമുക്കറിയാം യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഞാനത് വായിക്കുവാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ദൈവ മക്കളെ, ഹിസ്കിയാവിന്റെ ജീവിതത്തില് മരിക്കത്തക്ക ഒരു രോഗമാണ് പിടിപെട്ടത്. ഹല്ലേലൂയ. മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഹല്ലേലൂയ വിളിച്ചു പറയുന്നു, നീ മരിച്ചു പോകും, നിന്റെ രോഗം സൗഖ്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തണം. നിന്റെ ഗൃഹകാര്യം നീ ക്രമപ്പെടുത്തണം. നീ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവ പൈതലേ, ഹിസ്കിയാവ് ദൈവത്തോട് നിലവിളിച്ചു. എന്താണ് ഹിസ്കിയാവ് നിലവിളിച്ചത്? ദൈവമേ ഓർക്കണമേ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, എന്താണ് ഹിസ്കിയാവിന് ദൈവത്തോട് അങ്ങനെ പറയുവാനായിട്ടുള്ളത്? എന്താണ് ദൈവത്തിന് ഓർക്കുവാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി തന്റെ പിതാവിന്റെ കാലം മുതൽ അടച്ചിട്ടിരുന്ന ദേവാലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. മാത്രമല്ല ദൈവമക്കളെ, ആലയം ശുദ്ധീകരിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു. ഹല്ലേലൂയ. 16 ദിവസം കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് ആലയത്തിനുള്ളിൽ പ്രാർത്ഥന ആരംഭിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഇതാണ് ഹല്ലേലൂയ ഹിസ്കിയാവ് ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ ഓർക്കണമേ എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂടെ ആയുസ്സിനോട് കൂട്ടിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ദൈവങ്ങളെ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ആമേൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, അല്ലെങ്കിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഇനി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-2 വാക്കിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവമക്കളെ, അങ്ങനെ നമുക്ക് അവിടെ വിട്ട് കടന്നു വരുമ്പോൾ നെഹമ്യാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. നെഹമ്യാവിന്റെ ജീവിതത്തിൽ നെഹമ്യാവ് നിലവിളിച്ച ഒരു വിഷയമുണ്ട്. യെരുശലേം പട്ടണത്തിന്റെ യെരുശലേമിന്റെ അവസ്ഥയെ ഓർത്ത് നിലവിളിച്ച ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൊട്ടിക്കരയുന്ന ഒരു നെഹമ്യാവ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. പ്രിയരെ, നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദൈവ പൈതലേ, ബെർശേബ മരുഭൂമിയിൽ ഒരു നിലവിളിയുടെ ശബ്ദം ഹാഗർ നിലവിളിച്ചു. ഹല്ലേലൂയ. ഉടനെ തന്നെ ഹാഗർ നിൽക്കുന്ന ഇടത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു, ഹാഗരേ നീ നിലവിളിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാഗരേ, നീ നിലവിളിക്കുന്നത് എന്ത്? കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു പുതിയ നീരുറവയെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന ഒരു സൊല്യൂഷനുമായി നിൽക്കുന്ന ഒരു ദൂതനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുകയാണോ? കണ്ണുനീരോടുകൂടി നിങ്ങൾ ആയിരിക്കുകയാണോ? കുടുംബജീവിതത്തിൽ തകർന്നു പോയ ഒരവസ്ഥയോർത്ത്, കർത്താവേ, എന്റെ കുടുംബജീവിതം തകർന്നു പോയി, ഇനി അതെങ്ങനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നോർത്ത് ഭാരപ്പെടുകയാണോ സഹോദര? കർത്താവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹാഗറിന്റെ നിലവിളിക്ക് മറുപടി തന്ന ഒരു ദൈവമുണ്ട്. പുതിയ നീരുറവയെ നിന്റെ ജീവിതത്തിൽ ഉൽപ്പാദിപ്പിച്ചു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ പറഞ്ഞ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കണമേ ദൈവ പൈതലേ. ആകയാൽ കർത്താവ് ഹല്ലേലൂയ തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. ഒരു പക്ഷേ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വലിയ ഭാരിച്ച കടബാധ്യതയുള്ള ഒരു വ്യക്തിയായി വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗത്താൽ ബാധിക്കപ്പെട്ട് ഡോക്ടർമാർ കൈവിട്ട സ്ഥാനത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലും മേൽമൂലയിലുമായി ഇരുന്ന് ആരും അറിയാതെ ഇരുന്ന് വചനം കേൾക്കുകയാണോ? കുഞ്ഞേ, ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ പോകുകയാണ്. നീ നിലവിളിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താണ്ടിരുന്ന് കിടന്നാട്ടെ. കർത്താവ് നിശ്ചയമായും ഈ വചനത്തിലൂടെ തന്നെ നിങ്ങളോട് ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ,
ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ അവിടെ വിട്ട് പോരുമ്പോൾ വീണ്ടും ഇയ്യോബിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഞാനത് മുൻപേ നിങ്ങൾക്ക് പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ഒരു വാക്കിലൂടെ പറഞ്ഞു പോകട്ടെ. തനിക്കുണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ്, ഹല്ലേലൂയ, ദൈവമക്കളെ, ഇയ്യോബ് ഭാരപ്പെട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇയ്യോബ് അവിടെയും ഹല്ലേലൂയ എന്താണ് ചെയ്തത്? തനിക്ക് അത്രമാത്രം കഷ്ടത തന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും ഇയ്യോബ് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് തന്റെ സ്നേഹിതർക്ക് വേണ്ടിയാ, സഹോദരങ്ങൾക്ക് വേണ്ടിയാ. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ജീവിതത്തിൽ വേറെ ഇല്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ഒരു സഹോദരൻ, എന്റെ ഗ്രൂപ്പിലുള്ള എന്റെ ഒരു സഹോദരൻ എന്നോട് അടിക്കടി പറയാറുണ്ട്, എന്റെ സിസ്റ്ററെ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വിഷയങ്ങളോട് ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കാറുണ്ട് എന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്താണെന്നറിയാമോ ദൈവമക്കളെ? പ്രാർത്ഥനയോടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ഒരു ബന്ധം. ആരോടാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പലരെയും ദൈവമക്കളെ കാണാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. 3-4 വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഒറ്റ വിഷയത്തിന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഒരാമൻ പറയുവാൻ ബുദ്ധിമുട്ടാ, ആമൻ എഴുതിയിടാൻ ബുദ്ധിമുട്ടാ. പിന്നെ ഇനി എന്താ ചെയ്യുക? ഏത് തരത്തിലാ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, ഇന്നത്തെ ലോകം അങ്ങനെയൊക്കെയാ. ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അതിന് പറയത്തില്ല, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കത്തില്ല, പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ, ഏത് തരത്തിലാണ് പിന്നെ ദൈവത്തെ സ്തുതിക്കുന്നത്? ആകയാൽ ദൈവമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ കുഞ്ഞെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ ഈ നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാൻ കഴിയുമോ? നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തായിട്ട് ഹന്ന പ്രതികൂലങ്ങളിൽ തളർന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവമക്കളെ, ഹന്ന പ്രതികൂലങ്ങളിൽ തളർന്നില്ല. എത്ര വലിയ പ്രതികൂലമാണ് ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഭവനത്തിൽ നിന്നുള്ള പ്രതികൂലം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നമുക്കറിയാം ആ ഏലിയാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ, ഏലിയാവ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. എന്നാൽ ചൂരച്ചെടിയുടെ തണലിൽ താൻ അഭയം പ്രാപിക്കുന്ന ഒരു സന്ദർഭം അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, അവിടെയും താൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നത് മരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന. സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ, നീ തളർന്നു പോകേണ്ടുന്ന വ്യക്തിയല്ല കേട്ടോ. നീ അങ്ങനെ നശിച്ചു പോകേണ്ടുന്ന വ്യക്തിയല്ല, നീ മരിച്ചു പോകേണ്ടുന്ന വ്യക്തിയല്ല. നീ ഹല്ലേലൂയ, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവിന്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഏലിയാവേ, എഴുന്നേറ്റ് തിന്നുക. നീ തളർന്നു പോകാനുള്ള വ്യക്തിയല്ല, നിനക്ക് ഇനി ശുശ്രൂഷകൾ ബാക്കിയുണ്ട്. ഹല്ലേലൂയ. ഓരോപോളം നടന്ന് നീക്കേണ്ടത് ഉണ്ട് എന്ന് പറയുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ആകയാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം നമ്മളെ തളർന്നു പോകുവാൻ, തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിക്കുന്നു. ഈ ചൂരച്ചെടി എന്ന് പറയുന്നത് മുള്ളാണ് ദൈവമക്കളെ. അല്പനേരത്തെ തണൽ ലഭിച്ചേക്കും, പക്ഷേ ദൈവ പൈതലേ, കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ മുള്ളൊക്കെ കുത്താൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്കെല്ലാം നല്ലതെന്ന് തോന്നും, പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, മുള്ള് കുത്തുന്നതാണ്, അത് കുറെ കഴിയുമ്പോൾ കുത്താൻ തുടങ്ങും. ആകയാൽ ദൈവ പൈതലേ, മനുഷ്യന്റെ കരങ്ങളോ അത് ഉപദ്രവിക്കുന്നതാണ്, നോവിക്കുന്നതാണ്, നമ്മളെ മുറിവേൽപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ കൈ ആശ്വസിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവമക്കളെ, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനെ നാടുകടത്തിയപ്പോഴും അവിടെയും ദൈവമക്കളെ 4 സൈഡ് പാറക്കെട്ടുകൾ, പർവ്വതങ്ങൾ, വന്യമൃഗങ്ങൾ, ഇത്രമാത്രം പ്രതികൂലമുള്ള ഒരവസ്ഥയിലേക്കായി യോഹന്നാനെ നാടുകടത്തിയത്. വന്യമൃഗങ്ങൾ ഉള്ള ഇടത്തേക്ക് യോഹന്നാനെ നാടുകടത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ മാംസത്തിന്റെ മണം ആ മൃഗങ്ങൾക്കറിയാം. അവിടെ പോയതിനു ശേഷം തിരികെ വരുവാൻ കഴിയുമോ? എന്നാൽ ദൈവ പൈതലെ, കഷ്ടതയിലും ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച്, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് താൻ ദർശനം പ്രാപിച്ചവനായി, കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ. ആകയാൽ നമ്മളോട് എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, കഷ്ടനേരങ്ങളിൽ കൂടെയുള്ള ഒരു കർത്താവ് നമ്മുടെ ദൈവം. അവിടെയും ദൈവിക സാന്നിധ്യം നമുക്ക് അറിയുവാനായിട്ട് കഴിയും. കഷ്ടങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ഭാരപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും മാറിയിരുന്ന ദൈവത്തോട് നിലവിളിക്ക്, കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ദൈവ പൈതലേ, ആർപ്പോട് നിനക്ക് കൊയ്യുവാനായിട്ട് സാധിക്കും. ഒറ്റ ഒരു പോയിന്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവമക്കളെ, അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് നേർച്ച പാലിക്കുന്ന ഒരു
ഹന്നയെക്കുറിച്ച്. ദൈവമക്കളെ, നേർച്ച പാലിക്കുന്ന ഒരു ഹന്നയുടെ ജീവിതത്തിൽ താൻ ദൈവത്തോട് പറഞ്ഞത്, എനിക്കൊരു പുരുഷ സന്താനത്തെ നീ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ ആലയത്തിന് തന്നുകൊള്ളാം, ഞാൻ ആലയത്തിന് ആ കുഞ്ഞിനെ തന്നുകൊള്ളാം. ദൈവമക്കളെ, ഹല്ലേലൂയ, താൻ പ്രാർത്ഥിച്ചത് ആ പുരുഷ സന്താനത്തിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാലനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. സാമുവേൽ ബാലനെ കുറിച്ച് നമുക്കറിയാം. പ്രിയ ദൈവ പൈതലേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നിട്ടുണ്ടോ അതിനുവേണ്ടിയൊക്കെ നന്ദി പറയണം. കഷ്ടനേരങ്ങളിൽ നമുക്ക് ദൈവം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ സഹായിക്കുന്നുവെങ്കിൽ അതിന് ഓർത്ത് നന്ദി പറയണം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മകൾക്കുമായി ഓരോന്നോരോന്നായി എടുത്തെടുത്ത് പറഞ്ഞ് ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞാട്ട് ദൈവമക്കളെ, നന്ദി പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അനുഗ്രഹങ്ങളും കർത്താവ് കൂടവേ തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ പ്രിയ സഹോദരങ്ങൾ, ഇന്നേക്ക് പലരും ദൈവത്തോട് നന്ദി പറയുവാൻ മറന്നു പോകും. നമ്മുടെ ആവശ്യങ്ങൾ കഴിയുന്നത് വരെ, ആവശ്യങ്ങൾ ദൈവം തരുന്നത് വരെ, അല്ലെ നിറവേറ്റുന്നത് വരെ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ആ ആവശ്യങ്ങൾ ദൈവം മാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊന്ന് നന്ദി പറയുവാൻ പലരും മറന്നു പോകുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹന്നയുടെ ജീവിതത്തിൽ നാം കണ്ടത് ശക്തമേറിയ വിശ്വാസമുള്ളവൾ ആയിരുന്നു ഹന്ന എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, അതുപോലെ തന്നെ ഹന്ന പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹന്നയെ സംബന്ധിച്ചിടത്തോളം ദൈവ മക്കളെ, ഹന്ന ഹല്ലേലൂയ, താൻ ദൈവത്തോട് പറഞ്ഞിരുന്ന കാര്യം കൃത്യമായി അത് ചെയ്തു തീർപ്പാൻ ഹന്ന മനസ്സിന് ഒരുക്കമുള്ളവളായി മാറിയെന്ന് കാണുവാൻ കഴിയുന്നു. എന്ന് പകൽക്കാല ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ഹന്നയെ പോലെ ഒരു ഏറിയ വിശ്വാസമുള്ളവളായി ഉള്ള ഒരു മകനായി നാം ദൈവസന്നിധിയിൽ നമുക്ക് കാണപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഞങ്ങൾ കേട്ടതായി വചനത്തിന് മുൻപിൽ അടികളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥാ കർത്താവേ, അവിടുന്ന് അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കണം. അവിടുത്തെ പ്രവൃത്തി വലുതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളൊരു വിശ്വാസം ഉടലെടുക്കട്ടെ. ഹന്നയെ പോലെ ഏറിയ വിശ്വാസമുള്ളവരായി തീരുവാൻ, ശക്തമായ വിശ്വാസമുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണമേ, രക്തത്താൽ കടിയമുദ്രയിട്ടാട്ടെ. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് വെളുപ്പിനെ 5 മണിക്ക് 5:45 വചനം ശുശ്രൂഷിപ്പാനുള്ള നല്ല ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എനിക്കും പ്രഭാതത്തിൽ ശുശ്രൂഷിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ്. മറ്റുള്ള സമയത്തേക്കാൾ ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് പ്രഭാതത്തിലാണ്. ഹല്ലേലൂയ. അത് ഒരുപാട് സന്തോഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ. ഈ ആഴ്ചയിൽ അങ്ങനെ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നാളെയും ഇതേ സമയത്ത് തിരുവചനമായി ഞാൻ നിൽക്കും. മറ്റേ നാൾ എനിക്ക് സാധിക്കുകയില്ല അത് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. അങ്ങനെ എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ ദൈവമക്കളെ ഞാൻ വചനവുമായി കടന്നു വരുമെന്നതും ഈ സമയം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവർ റോസ് ഫാമിലി FB പേജിനെയും പ്രാർത്ഥനാ ഗ്രൂപ്പിനെയും പ്രയർ ഗ്രൂപ്പിനെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ദൈവമക്കൾക്കൊക്കെ പ്രാർത്ഥനയ്ക്കും വചനം കേൾക്കുവാനുമുള്ള ഒരു വാഞ്ച ദൈവം തരേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇത്രമാത്രം വചനം ഘോഷിക്കുന്ന ഒരു പേജ് വേറെ ഉണ്ടോ? രണ്ട് ലൈവാണ് ദിവസം നമുക്കിപ്പോൾ ഉള്ളത്. ആ 2 ലൈവിൽ പോയിട്ട് ഒരു ലൈവിൽ പോലും കയറാത്ത ജനങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവരെയും ദൈവം സന്ദർശിക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സഹോദരങ്ങളെ, എങ്ങനെ നമുക്കിങ്ങനെ മാറിയിരിക്കുവാൻ കഴിയും? അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ മുന്നേറുക, പ്രത്യാശയിൽ വളരുവാൻ സ്വർഗ്ഗം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നതിന് മുൻപായി ദൈവമക്കളെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ യൂട്യൂബിൽ ചെന്നിട്ട് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ, മറ്റൊരു യൂട്യൂബ് ചാനൽ റോസ്ലിൻ സുരേഷ് എന്ന ഒരു ചാനലുമുണ്ട്. 2 ചാനൽ, അത് രണ്ടും ആക്റ്റീവാണ്. ദൈവമക്കൾ, ആശ്വാസപ്രദമായ വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ശുശ്രൂഷയെ മാനിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവമക്കളെ, നമ്മുടെ ഓൺലൈൻ പ്രയറുള്ള 2 വാട്സപ്പ് കൂട്ടായ്മ നമുക്കുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യമുള്ളവർ ഇവിടെ എൻ്റെ മെസ്സേജിന് മുകളിലായിട്ട് ഒരു നമ്പറുണ്ട്. ആ നമ്പർ എടുത്ത് നിങ്ങൾ വിളിക്കുക, അറിയിക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും എന്നതും ഈ സമയം അറിയിക്കുന്നു. മാത്രമല്ല ദൈവമക്കളെ, ഇന്ന് കൃത്യം 5 മണിക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ VD ജോൺസൺ അവർ ഇന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ വചനം ശുശ്രൂഷിക്കുന്നതാണ്. കൃത്യം 5 മണിക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരണമെന്നും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.